അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. നമ്മളിപ്പം ആണ്ടൂർക്കോണാണ് നിൽക്കുന്നത്. നമ്മൾ കുറച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. എസ്പെഷ്യലി ഇവിടെ മഴക്കാലമാണ്. ഇന്ന് സമയം ഇപ്പം 4:21 മഴ ഇപ്പോഴങ്ങോട്ടൊന്ന് തോന്നതേ ഉള്ളൂ. ഇത്രയും നേരം ഭയങ്കര മഴയായിരുന്നു. നമ്മൾ മഴയ്ക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ ഞാൻ ഇവിടുത്തെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മങ്ങാട്ടുകോണം ആണ്ടൂർക്കോണം ആ സൈഡാണ്. കറക്റ്റ് പേരറിയത്തില്ല, ബട്ട് ഇവിടെ നിന്നൊരു വ്യൂ കാണിച്ചു തരാം. ഇത് കുറച്ച് കുന്നിലേക്ക് കയറി പോകുന്ന വ്യൂ ആണ്. എനിക്കിത് ഒരു ഫേവറേറ്റ് പോയിൻ്റാണ് എൻ്റെ. പക്ഷേ ഇവിടുത്തെ റോഡ് മാത്രം കൂടുതലായതുകൊണ്ട് ഞാൻ അധികം വരാറില്ല ഇങ്ങോട്ട്. റോഡ് നല്ല കുത്തനെ ഉള്ള റോഡുമാണ്, പക്ഷേ റോഡ് ഭയങ്കര മോശം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് അധികം വരാറില്ല. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. നമുക്കത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതിൻ്റെ തേരിയുടെ സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് ആ വ്യൂ കാണാൻ പറ്റില്ല. പക്ഷെ ഇതിനേക്കാളും സ്റ്റോപ്പ് എവിടെയാണോ ഇതിൻ്റെ ഇല്ലെന്നാ തോന്നുന്നു. ഇത് ആരുടെ എവിടെ കിടക്കണം? ഞാൻ ഇതുവഴി വന്നിട്ടില്ല കേട്ടോ. ഇങ്ങോട്ട് വഴിയില്ല, ഇങ്ങോട്ട് അവിടെ ഡെഡ് എൻഡാണ്. പക്ഷെ ഈ താഴോട്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല. ഇവിടെയൊക്കെ വഴിയുണ്ട്. ഇവിടെയൊക്കെ വില്ല കണക്ക് വീട് വെച്ചേക്കണേ. റോയൽ ഗ്രീൻസ് ഇതെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വഴിയുണ്ടോ അവിടെ? വഴിയുണ്ടല്ലേ, പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. എൻ്റെ അമ്മോ, അങ്ങോട്ട് പോകണം അത്ര സേഫാണെന്ന് തോന്നുന്നില്ല. നമുക്ക് പോകണം. അവിടെ ഒരു കുത്തനെ ഇറക്കം കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് യൂട്ടേൺ അടിക്കാം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അത്ര ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് വണ്ടി പോവില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അപ്പോൾ കുത്തനെ ഇറക്കണം കേട്ടോ. ഇവിടെ വഴി തീർന്നുണ്ട് തോന്നുന്നു. ഇവിടെ വഴി തീർന്നു കേട്ടോ. അപ്പം യൂട്ടേൺ അടിക്കാം. ഇവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് പോവാം. ഇവിടെ കൂടെ ചെറിയ വഴിയാണ് നടന്നു പോവാൻ. മഴ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങി. അങ്ങോട്ട് ചെറുതായിട്ട് ചെറിയ വഴിയുണ്ട് കേട്ടോ അങ്ങോട്ട്. പക്ഷെ റിസ്ക്കാണ് അതുവഴി പോണത്. പക്ഷെ ബൈക്ക് പോവില്ല, നടന്നു പോവാം. ഇതൊന്ന് കേട്ടണ കാര്യമാണ് പാട്. ഇറങ്ങണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്ത് ഒരുമായി ചറവി കിടക്കുകയാണ്. നല്ല കുത്തനാണ് കാഴ്ച. ഇപ്പോൾ 17-16 km/ലിറ്ററാണ് കാണിക്കുന്നത് കേട്ടോ വണ്ടിയിൽ. അത്രയ്ക്ക് കുത്തനെ കയറ്റോടെ ഇത്. ഓക്കെ, അപ്പം നമ്മളങ്ങനെ ഞാൻ ഇതുവഴി ഇങ്ങനെ വന്നിട്ടില്ല കേട്ടോ. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആയി. അതെങ്ങോട്ട് ചെന്ന് എൻഡ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇതെങ്ങോട്ട് പോകുന്നുണ്ട്. അതെന്തോ വില്ലയുടെ ഇതാണ് തോന്നുന്നു, റോയൽ ഗ്രീൻസ് എന്ന് പറഞ്ഞൊരു വില്ല. ഇനി അങ്ങോട്ട് എന്തായാലും നമ്മൾ ജീവിതത്തിൽ പോകുന്നില്ല. ഓൾറെഡി മനസ്സിലായി അങ്ങോട്ടൊരു വഴിയില്ലെന്ന്. നല്ല ഒരു ചെറിയ പറ്റിയാണ്. നമുക്കിവിടെ നല്ല വ്യൂ പോയിന്റ് കിട്ടുന്ന ഇവിടെയാണ്. വഴിയില്ലേ ഇല്ല, ഇങ്ങോട്ട് വഴിയേ ഇല്ല. ഈശോയെ, യൂട്ടേൺ അടിക്കാൻ നമുക്ക്. എൻ്റെ ആ പൊള്ളി അങ്ങോട്ട് പോയാൽ പണി കിട്ടും. അങ്ങോട്ട് വഴിയേ ഇല്ലടേ. എൻ്റെ അമ്മ, ഞാൻ ഇനി അങ്ങ് യൂട്ടേൺ അടിക്കും.
ഈശ്വര പെട്ടല്ലോ. ഞാൻ പെട്ടാളി. യൂട്ടേൺ അടിക്കാനാണ് പാടിന്. ഇവിടെയൊക്കെ ചല്ലിയും കിടക്കണ്ട. ഞാൻ എന്നും യൂട്ടേൺ അടിക്കും പറയും. എൻ്റെ അമ്മ പെട്ട് ഞാൻ. ഇത് വണ്ടി മറിയോ പറയും. ഇവിടെ ഭയങ്കര ചല്ലി. ഇവിടെ മുകളിൽ ഒരാൾ നിൽപ്പുണ്ട്. നമുക്ക് അങ്ങേരെ വിളിക്കേണ്ടി വരും മിക്കവാറും. ഇവിടുന്ന് വണ്ടി കയറ്റുന്ന കാര്യം ഡൗട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് യൂട്ടേൺ അടിക്കണം. പക്ഷെ എന്തിൻ്റെ കേടായിരുന്നറിയാം എനിക്ക്. ഇത് റിസ്ക് ആണല്ലോ. എനിക്ക് ആ പൊടി ഭയങ്കര റിസ്ക് ഇത്. ഇങ്ങോട്ട് വഴിയേയില്ല കേട്ടോ. എന്തായാലും ഇതുവരെ വന്നതല്ലേ. നമുക്ക് ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയിട്ട് പോവാം. എൻ്റെ അമ്മോ എന്ത് റിസ്കോടെ ഇത്. ഭാഗ്യത്തിന് ഞാൻ അങ്ങോട്ട് പോകാത്തത് കേട്ടോ. പോയിരുന്നെങ്കിൽ പണി കിട്ടിയാണ്. ഉന്തി പോകണം കേട്ടോ. എൻ്റെ ബൈക്ക് ഇങ്ങോട്ട് വരില്ല, ചറുക്കണ്. ഇത് മല സൈഡ്. ഇവിടുന്ന് വണ്ടി കൊണ്ടുവന്നിരുന്നെങ്കിൽ ചറുക്കുന്നു. നേരെ അങ്ങ് പോയാനാ. അങ്ങോട്ടാണെങ്കിൽ വഴിയുമില്ല. നമുക്ക് ഇങ്ങോട്ട് കയറി വെക്കാം. ഇതിപ്പോൾ ആരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് തോന്നുന്നു. ബട്ട് കുഴപ്പമില്ല. ഇപ്പോൾ നല്ല മഴ പെയ്ത് കിടക്കണോണ്ട് ഉരുൾപൊട്ടാൻ ചാൻസ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇങ്ങോട്ട് ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ ആ വ്യൂ നോക്ക്. അമ്മോ നല്ല സെറ്റ് വ്യൂ കേട്ടോ ഇത്. ഈ വ്യൂവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെയൊക്കെ നിൽക്കാൻ അത്ര സേഫ് അല്ല. അതുകൊണ്ട് അങ്ങോട്ട് അതെന്താണ്. മഴ ചെറുതായിട്ട് പൊടിയുന്നു കേട്ടോ. നമുക്ക് സ്ഥലം വിടാം. വണ്ടി ഇനി അവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് നമുക്ക് അങ്ങോട്ട് പോകണം. അതാണ് കുറച്ച് ടഫ്. ഇവിടെയൊക്കെ വീട് വയ്ക്കുന്ന കാര്യമാണ് പാട് കേട്ടോ. ഇടിഞ്ഞാൽ അങ്ങ് പോകും. ആ വ്യൂ നോക്കിയാണ്. എന്ത് സെറ്റ് വ്യൂടെ ഇത്. എനിക്കിഷ്ടപ്പെട്ടു. ഇങ്ങോട്ട് വന്നത് ഒരബദ്ധത്തിലാണ് ഇങ്ങോട്ട് വന്നത്. ഏതോ പട്ടി കാര്യം. മഴ ഇരച്ച് വരുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഇവിടെ. എൻ്റെ അമ്മേ എന്തോടെ ഇത്. എന്തിൻ്റെ കേടായിരുന്നു എനിക്ക്. അച്ചി ഇതെന്തിരിത്. എന്തോടെ ഇത്. എനിക്ക് അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ ഞാനും പൂന്തിപ്പോവും. നമുക്ക് സ്ഥലം വിടാം. മഴ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ കുന്നും അതും ഇതൊക്കെ നോക്കിയാണ്. ഞാൻ ജസ്റ്റ് ഒരു ടീഷർട്ടും അതെ ഒരു ബനിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഹാഫ് സ്ലീവ്. നമുക്ക് സ്ഥലം വിടാം. എൻ്റെ ചെരുപ്പിരിക്കണ നോക്കിയാണ്. ഇവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് പോണ കാര്യമാണ് പാട്. ഈ ചെളിയിൽ JCB ഒക്കെ എങ്ങനെ ഇവിടെ കൊണ്ടിട്ടേക്കണം എന്നാണ് എനിക്കറിഞ്ഞോളൂ. എന്തായാലും നമുക്ക് ഇങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് സ്ഥലം വിടാം. നീ പെട്ടുപോകും. എൻ്റെ അമ്പോ ഈ JCB എങ്ങനെ ഇവിടെ കൊണ്ടിട്ടേക്കണം എന്തോ. ഇനി അടുത്ത നമ്മുടെ ടാസ്ക് വണ്ടി ഇവിടെ നിന്ന് ബാക്ക് എടുത്ത്. തളർന്ന് കാലൊക്കെ പൂന്തി ഒരുമാതിരി ഇരിക്കണം കേട്ടോ. എന്തിടെ ഇത്. ഇപ്പോൾ കുഴപ്പമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് സ്ഥലം വിടാം. ഏത് വഴി പോട്ട്. നമുക്ക് അങ്ങോട്ട് കയറ്റിയിട്ട് ഇങ്ങോട്ട് യൂട്ടേൺ അടിക്കാം. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ പൂന്തണം കേട്ടോ നന്നായിട്ട്. ആ ബെസ്റ്റ്. എട്ടിൻ്റെ പണിയാണല്ലോ ഇവിടെ. നമുക്ക് ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ പൂന്തി പോകണം കേട്ടോ. പെട്ടാടേ എൻ്റെ അമ്മ പൂന്തി പോയി കേട്ടോ. ഷീറ്റ്.
പണിയാണല്ലോ. ഇവിടെയൊക്കെ പൂന്താണ്, നല്ല പൂന്താണ്. എവിടെയാണ് ഞാൻ വന്ന് പെട്ടത്? ചെളിയുമായി. ഇവിടെ പൂന്തി പോണ്ട എൻ്റെ അമ്മോ. ഇവിടെ ഉറപ്പില്ല കേട്ടാ, സ്ഥലം വിടാം, നീ പണി കിട്ടും. ഇതാകോ നോക്കിക്കോ. എൻ്റെ പള്ളി. ഓ ഹെട്ടിൻ്റെ പണി കേട്ടോ. ഓ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഭാഗ്യത്തിന് വണ്ടി കയറ്റി, അങ്ങോട്ട് കിടക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് അവിടെ നിന്ന് ചറുക്കി വാ, ഇനി സ്ഥലം വിടാം. ചെളി നല്ല എന്തോ ഒരുമാതിരി സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്തോ പറ്റി കേട്ടോ അവിടെ വണ്ടിക്ക്, എന്തോ ഒരുമാതിരി സൗണ്ടൊക്കെ കേൾക്കുന്നു. ഇവിടെ ചെളി കയറി എന്തോ ഒരുമാതിരി സൗണ്ടൊക്കെ കേൾക്കണം. ഈ ചെളിയൊക്കെ കയറി ഒരുമാതിരിയായി. കുറച്ചു നേരം മര്യാദയ്ക്ക് റോഡിൽ ഓടിച്ച് പോകാം. ഇതെന്തോന്നറിയത്? എൻ്റെ ഫ്രണ്ട് ടയർ ഇരിക്കുന്നതാണ്. അച്ചി വെറുതെ അല്ല സൗണ്ട് കേട്ടത്, ഇതിൻ്റെ സൗണ്ടാണ് കേട്ടത്. ഹലോ ഡോഗീസ്. ഓ ടയർ മൊത്തം ചെളിയാണ് കേട്ടോ. അതുകൊണ്ട് ഒന്നും പറ്റാതിരുന്ന ഭാഗ്യം. വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ചെന്ന് കയറി കൊടുക്കാൻ. പുതിയ സ്ഥലം എക്സ്പ്ലോർ. എൻ്റെ ഓണാവട്ടെ. എൻ്റെ അമ്മോ, ഞാൻ പെട്ടുപോയപ്പോഴേ ഞാൻ വിചാരിച്ചു ഞാൻ ചത്തുവന്നു കേട്ടോ. ഇതുകൊണ്ടാണ് അറിഞ്ഞുകൂടാത്ത സ്ഥലത്തൊക്കെ കയറി പോകരുത് എന്ന് പറയുന്നത്. അയ്യോ ഭഗവാനെ. ഓ എടേ ഞാൻ ഓടുന്നില്ല മര്യാദക്കിരി. ആ മോയിരുന്നുണ്ടാ എന്നെ ഓട്ടിക്കാൻ നോക്കിയതാണ്. ഓടുമ്പോൾ എൻ്റെ ബാക്കിൽ കൂടെ ശശിയായി പോയേട്ടാ, പാവം പെട്ടി. പക്ഷേ എൻ്റെ ഫ്രണ്ട് ടയർ മൊത്തം ചെളിയായി കിടക്കണം. എന്തായാലും പോകുമ്പോൾ മഴ തന്നെയല്ലേ, അപ്പോൾ മഴയത്ത് ഇപ്പോൾ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങി. പൊളി ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു നമുക്ക് എവിടെയെങ്കിലും ചെളിവെള്ളത്തിലൊക്കെ ഇറക്കി വന്ന് ചെറുതായിട്ട് കഴുകണം, ഇല്ലെങ്കിൽ ടയർ മൊത്തവും ചെളി ഇറങ്ങി. ടയർ മൊത്തവും ചെളി എന്ന് വെച്ചാൽ ഒടുക്കത്തെ ചെളി. ചെറുതായിട്ട് പോയി, പക്ഷെ ഇനിയും കിടക്കുന്നു കേട്ടോ. മഴ നല്ല പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ സമയമായി. ഇയാളെന്ത് കാണിക്കണം? ലെൻസിൽ വെള്ളം പറ്റി ഇരിക്കുന്നുണ്ടോ എന്ന് ഡൗട്ട് കേട്ടോ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇല്ലെന്ന് വിശ്വസിക്കുന്നു, ഉണ്ടെങ്കിൽ ക്ഷമിക്കൂ. ആ വണ്ടി ഓഫായി. വെരി നൈസ്.
വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി പോയല്ലോ ഈശ്വര. ഓൾമോസ്റ്റ് പെട്ട് കേട്ടോ. മഴ പൊടിഞ്ഞു തുടങ്ങി കേട്ടോ. ഇത് നമുക്ക് നീ മഴയത്ത് വ്ളോഗ് ചെയ്യാം, വേറെ വഴിയില്ല. ഓക്കെ, എനിക്കിനി 2-3 വീഡിയോസും കൂടെ എടുക്കാനുണ്ട്. എന്തായാലും ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. അത് ഞാൻ വിചാരിച്ചു ഞാൻ പെട്ടുപോയെന്നു. അവിടെയൊക്കെ പോകുന്നതാണ്, അവിടെയൊക്കെ മണ്ണ് അത്രയ്ക്ക് ഉറപ്പിക്കാത്തതുകൊണ്ട് ഇതൊക്കെ ഇറക്കാൻ പറ്റല്ല. ഞാൻ പെട്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നോ. ആ ചെടിയിലൊക്കെ പൂന്തിപ്പോയി. ഞാൻ പേടിച്ചു കേട്ടോ. എൻ്റെ കാലും എല്ലാം പൂന്തിപ്പോയി. ചെന്ന് കയറി കൊടുക്കാൻ കണ്ടോ നേരം. ആ JCB എങ്ങനെ അവിടെ എത്തിയെന്നാണ് ഞാൻ ആലോചിക്കണം. ഇനിയിപ്പോൾ മഴയില്ലാത്ത സമയത്ത് വല്ലതും കൊണ്ടിട്ടതായിരിക്കും. ഈ മഴയത്ത് പറ്റൂല, മഴയത്ത് കൊടുക്കത്തെ ഇത്. എൻ്റെ ശിവനെ, ഈ മഴയത്തൊന്നും ഈ സൈഡിൽ കൂടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ശരി, നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാൻ സമയമായി. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം.